ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നൈപുണ്യ വികസനത്തിന് വേണ്ടി 6.5 കോടി രൂപ 4 ലക്ഷം പഞ്ചായത്തിൻ്റെയും 10 ലക്ഷം ബ്ലോക്കിൻ്റെയും 56 ലക്ഷം ജില്ലാ പഞ്ചായത്തിൻ്റെയും 25 ലക്ഷം കോർപ്പറേഷൻ്റെയും ആ വിധത്തിൽ ഒരു വികസന പ്രക്രിയയിൽ പങ്കാളികളാകുന്ന അതേ ഗൗരവത്തോടു കൂടി തന്നെ ഇനിയും ജോലിക്ക് തയ്യാറാകാനുള്ളവരുടെ നൈപുണ്യം അവരിഷ്ടപ്പെടുന്ന വിധത്തിൽ കൊണ്ടുവരാൻ ഉതകുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ തൊഴിൽ മേളയുടെ ആദ്യഘട്ട റിസൾട്ട് തൊഴിൽ മേളയുടെ ഭാഗമായി നടത്തിയ വിർച്വൽ മേളയിലും ഓൺലൈൻ അഭിമുഖങ്ങളിലും ഒക്കെയായി ഏതാണ്ട് 1246 ആൾക്ക് പിന്നെ ഓഫർ ലെറ്റർ നേരിട്ട് ലഭിച്ചു എന്നതോടൊപ്പം തന്നെ 2636 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു വലിയ ചരിത്ര സംഭവമാണ്. ഒറ്റ മേളയിൽ ഏതാണ്ട് 4000-ഓളം ആളുകൾക്ക് ഒരുമിച്ച് തൊഴിൽ ലഭ്യമാകുന്നതിൻ്റെ ഒരു പൊതു ആവേശം ഉണ്ടായി. 1246 ആളുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്പോട്ടിൽ തന്നെ ജോലി ലഭ്യമായി. ഇനി 2636 ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകും എന്നാണ് എൻ്റെ ധാരണ. ഞാൻ ഇന്നലെ ഉദാഹരണത്തിന് നമ്മുടെ വിമല കോളേജിലെ ജിയോ സെൻറ്ററിൽ പോയപ്പോൾ അവരേതാണ്ട് 200 ചില്ലുവാനം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇനി റാങ്ക് അനുസരിച്ചാണോ എടുക്കാൻ പോകുന്നത്? അല്ല, അവർക്ക് ഏത് സ്റ്റേഷനിലേക്കാണ് പോകാൻ സൗകര്യം എന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം 4000-ഓളം തൊഴിൽ ഇതുവരെ ഇല്ലാതിരുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജോലി ലഭ്യമാക്കാൻ ഇന്നലെ നടന്ന ഈ മഹാപ്രക്രിയയിൽ സാധിച്ചു എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ നമ്മൾ തൃശ്ശൂർക്കാരോട് പൂരത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 6-ാം തീയതി പൂരം തുടങ്ങിയാൽ 7-ാം തീയതി ഏതാണ്ട് 12 മണിയോടുകൂടി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ ഒരു വർഷക്കാലത്തേക്ക് പൂരം തൽക്കാലം നിർത്തിവെക്കുകയാണ്. തൊഴിൽ പൂരം പക്ഷെ നിർത്തിവെക്കുന്നില്ല. തൊഴിൽ പൂരത്തിൻ്റെ കൊടിയേറ്റായിരുന്നു ഇന്നലെ. തൊഴിൽ പൂരം അഭംഗുരം തുടരാനുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ കേരള മൈതാനിയിൽ നടക്കുകയാണ് 4 വർഷക്കാലത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ കോർപ്പറേഷനോടുകൂടി സഹകരിച്ചുകൊണ്ട് കുറെ കൂടി വിപുലമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ട്. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തദ്ദേശ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന തൊഴിൽ മേളകൾ തൊഴിൽ പൂരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം അവസാനം തന്നെ ഞങ്ങളുടെ ടീം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശത്തെ തൊഴിൽദാതാക്കളുമായിട്ടൊരു ആശയവിനിമയം നടത്തുന്നുണ്ട്. അതൊരുറപ്പിന് വേണ്ടിയാണ്. പോയി ആവശ്യപ്പെടുന്ന ജോലി കിട്ടാതെ കറങ്ങി തിരിഞ്ഞു വന്ന് പിന്നെ വിജ്ഞാന കേരളത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും വിധത്തിലൊരു പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരാതിക്കൊരു പഞ്ഞുമില്ലാത്ത കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നോർക്കയിൽ വെച്ചുകൊണ്ട് വളരെ ആധികാരികമായിട്ടുള്ള അവരുടെ കൂടി നിർദ്ദേശം കേട്ട് ഞങ്ങൾ നേരിട്ട് തൊഴിൽ പൂരവുമായി ബന്ധപ്പെട്ട് നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളോട് കൂടി സഹകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് തൊഴിലിന് വേണ്ടി പോകാൻ കഴിയുന്ന ആളുകളുടെ ഒരു പ്രത്യേക മേളയുടെ ഭാഗമായി പൂരത്തിൻ്റെ ഭാഗമായി പ്രത്യേക ഒരു മേള കൂടി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ITI അങ്ങനെ തുടങ്ങുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പലയിടത്തും ഉയർന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റാണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ അന്വേഷിച്ച് നമ്മുടെ മക്കളൊക്കെ പുറത്ത് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ രക്ഷകർത്താക്കൾ പറയുന്നത് അവിടെ പഠനം കഴിയുന്നതോടൊപ്പം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും എന്നാണ്. നമ്മുടെ സാധാരണ സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില നൈപുണ്യ പരിശീലനം ആവശ്യമെങ്കിൽ അതുകൂടി കൊടുത്തുകൊണ്ട് പിന്നെ സ്ഥാപനം വിട്ട് റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ ജോലി ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന നൈപുണ്യ പരിശീലനം കഴിഞ്ഞ് അവർക്ക് കൂടി ട്രെയിനിങ് നടത്താവുന്ന സംവിധാനമുണ്ട്. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മടത്തിൽ വരവും പിന്നെ കുടമാറ്റവും വെടിക്കെട്ടും ഒക്കെ പൂരക്കാഴ്ചകളുടെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഴുവൻ അനുഭവങ്ങളെയും വെച്ചുകൊണ്ട് ഈ തൊഴിൽ പൂരത്തെ ഒരു മാസക്കാലം കൂടി നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ സമ്പന്നമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ ഏറ്റവും നല്ലത് മാധ്യമങ്ങളാണ്. ഇന്ന് പ്രിൻ്റ് മീഡിയ സാമാന്യമായ അനുഭവങ്ങളൊക്കെ നല്ലതുപോലെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമല്ല. വളരെ ഡീപ്പായി മുഴുവൻ ആളുകൾക്കും ഈ ജില്ലയ്ക്കകത്ത് തൊഴിൽ പൂരം പൂർത്തിയാക്കുന്നതോടെ
ഏറ്റവും ചുരുങ്ങിയത് ഒരു 20,000 പേർക്കെങ്കിലും തൊഴിൽ കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജില്ലയിലെ വിജ്ഞാന കൗൺസിലിനുള്ളത്. അതിന് വലിയ സഹായമാണ് വിജ്ഞാന കേരളത്തിൻ്റെ സ്റ്റേറ്റ് ടീം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ രാപ്പകലില്ലാത്ത വിധമുള്ള അധ്വാനമാണ് വിജ്ഞാന കേരളത്തിൻ്റെ ഡയറക്ടറും അഡ്വൈസറും അതിൻ്റെ കാഡിസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുമൊക്കെ ചെയ്തത്. അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് തൊഴിൽ പൂരം ഇനിയും ഏറ്റവും ശക്തിയോടെ തുടരും എന്ന കാര്യം നിങ്ങളറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞങ്ങളുടെ വിജ്ഞാന കേരളത്തിൻ്റെ സ്റ്റേറ്റ് അഡ്വൈസറായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്ക് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്.